നോക്കിയടാ ഓ മൈ ഗോഡ് മൂഡ് 5000 കിട്ടിയ 2000 അല്ല 5000. നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ KFC വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഞാൻ KFCയുടെ വീഡിയോ എടുക്കാനായിട്ട് നേരെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പേരെന്തായിരുന്നു? സുഹൈൽ ഇവിടെ മറ്റേ സ്വിഗ്ഗി ഓർഡർ ആയിരുന്ന സൊമാറ്റോ ഓടിയിട്ട് ഇങ്ങനെ നിൽക്കണായിരുന്നു. നേരെ നമ്മളുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ചോദിച്ചു ചലഞ്ചിനോട് താല്പര്യം ഉണ്ടാന്ന് ചോദിച്ചു. അപ്പം തന്നെ ഇവൻ കയറി സമ്മതിച്ച് ചലഞ്ച് ഇത്രയുള്ളൂ, നിനക്ക് ഇവിടുന്ന് ഫുൾ മെനു കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 10,000 വരും. പൈസ നേരെ ട്രാൻസ്ഫർ ചെയ്ത് തരും. നിനക്ക് ഹാഫ് ആക്കി കഴിക്കാം. ഹാഫ് മെനു കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 5000 വരും. ഓക്കെ, ഇനി നിനക്ക് 2000 റുപ്പീസിന് കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 2000 റുപ്പീസ് തരും. നീ സബ്സ്ക്രൈബർ ആയതുകൊണ്ടിട്ട് ഇപ്പൊ പെട്ടെന്ന് നീ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷെ ഇപ്പോൾ നീ സബ്സ്ക്രൈബർ ആയതുകൊണ്ടിട്ട് നീ എനിക്കൊരു എമൗണ്ട് തരണം. തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് മാക്സിമം എഫേർട്ട് ഇട്ട് കഴിക്കാൻ നോക്കുക. ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഈ പൈസ കിട്ടും. ഫസ്റ്റ് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് 2000 റുപ്പീസിനുള്ള ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ 25 മിനിറ്റ്സ് വെച്ചിട്ടാണ്. അതായത് 2000 റുപ്പീസിന് നിനക്ക് കഴിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് 25 മിനിറ്റാണ്. അത് നമുക്ക് കൂട്ടിത്തരാം, കുഴപ്പമില്ല, നമുക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാം. ഇനി ഹാഫ് മെനുവിലേക്കാണ് നീ പിന്നെയും പോണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പിന്നെ ടൈം തരും. ഓക്കെ, സെറ്റ് അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഇവന്റെ കൂട്ടുകാരന്മാരാണ്. പേരെന്താ? ആസിഫ, ഇവൻ മുൻസീർ, ഇവൻ അൺഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാവരും നമ്മളുടെ സബ്സ്ക്രൈബർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവനാണ് ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണത്. സെറ്റ് അല്ലേ? തുടങ്ങാം. നമുക്ക് നേരെ അകത്തോട്ടോ. കമോൺ, ബാ. നീ ഇവിടെ നിന്ന് ആദ്യം ഒരു 1000 രൂപക്ക് ഫുഡ് ഓർഡർ ചെയ്യും. എന്നിട്ട് വേസ്റ്റ് ആവരുതല്ല. 1000 രൂപക്ക് ഫുഡ് ഓർഡർ ചെയ്യും. എന്നിട്ട് നീ കഴിച്ച് തീർക്കൂലേ, ആ തീർക്കണ സമയത്ത് നമ്മൾ ടൈം പോസ് ചെയ്യും. എന്നിട്ട് നിനക്ക് പിന്നെ 1000 രൂപക്ക് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ടൈം തരും. അപ്പൊ നിനക്കൊരു ടൈം കിട്ടുകയും ചെയ്യും. അടുത്ത ഫുഡ് വരുമ്പോൾ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? നീ ഇപ്പൊ ഇവിടെ നിന്ന് 1000 രൂപക്ക് ഫുഡ് ഓർഡർ ചെയ്യും. 1000 രൂപക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കഴിച്ചു ജയിക്കുവോ? ജയിക്കുവാ? കഴിക്കണോണ്ടതിൽപ്പെട്ടാണ്. കഴിക്കുവോ? ഇവൻ കഴിക്കും. കഴിച്ച് തീർക്കൂന്നാണ് പറയണത്. എന്താണ് എടാ അതെടുക്കടാ. ഞാൻ അതൊക്കെ സജസ്റ്റ് ചെയ്യുള്ളൂ. നീ നോക്കിയേ, അതാകുമ്പോ ഒറ്റയടിക്ക് 729 രൂപ കവറായി. സിമ്പിൾ, റിപ്പീറ്റ് ചെയ്യരുത് തൽക്കാലം. ഓക്കെ, ഒരു 729 രൂപയുടെ ബക്കറ്റ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? 3 പീസ്. ഏതാണ്? 720 എത്രടാ? 729 അല്ലേ? ആ, ടാക്സ് ഒക്കെ ഇതിനാണ് നിനക്ക് ഗുണപ്പെടാൻ പോണത്. കണ്ട 765 ആയി. ടാക്സ് ഒക്കെ അടക്കണതിനുള്ള ഗുണം ഇപ്പോഴാണ് ശരിക്കും കിട്ടണത്. പറമോനെ ഗോൾഡ് സ്ട്രിപ്സ് 3 പീസിന്റെ ഏതാണ്? അപ്പൊ എത്ര? 765 പ്ലസ് ടാക്സ് അടക്കം പോരുടെ 984 എത്തി. ഒരു പണി, നീ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു. ഒരു ബർഗർ എടുക്ക്. 984 രൂപയുടെ ആയിട്ടുണ്ട് ഇപ്പൊ. നീ ഒരു പണി, നീ ഒരു കേറ്റിട്ടോ, നീ എടുത്തോ. നീ എന്താന്ന് വെച്ചാ അങ്ങനെ ഒരു പണി, ഡിപ്പും കൂടി ആഡ് ചെയ്തിട്ട് അത് നീ 1000 റൗണ്ട് ആക്കി. ഓക്കെ, ഒരു ഡിപ്പും കൂടി എടുത്തിട്ട് 1000 റൗണ്ട് ആക്കി. 1000 എത്ര രൂപയുടെ? 1015 രൂപയുടെ ഒരു ബക്കറ്റ്. നീ ടെൻഷൻ ഉണ്ടല്ലേ? കുറച്ചുണ്ടല്ലേ? ചെറിയൊരു ഇതുണ്ട്. സാറിന അതൊക്കെ കൂളാ. ഒരു ബക്കറ്റ്, പിന്നെന്താ ഗോൾഡിന്റെ സ്ട്രിപ്പ് 3 അത് തന്നെ 200 സംതിങ് ആയി. പിന്നെ ഏതാ ഒരു ഡിപ്പും കൂടി ആക്കിയിട്ട് നമ്മള് 1000 രൂപക്ക് ഫുഡ് ഓർഡർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് വന്നാ മതി. ഇനി എല്ലാ വീഡിയോസും കാണും. അപ്പൊ നീ ആലോചിക്കാറില്ലേ? ഞാൻ എപ്പോഴും ആലോചിക്കുന്നേ, ഇതൊന്നും എന്റെ മുമ്പിൽ വന്ന് പെടണില്ല. ഇപ്പൊ മുമ്പിൽ വന്ന് പെട്ടില്ലേ? മാക്സിമം നിനക്ക് ചെറിയൊരു ഇതുണ്ട്, അത് വിട്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കോ നീ. കൂളത്. ബാക്കി പറഞ്ഞു. നീ പറഞ്ഞോ? അല്ല, ഞാൻ ആ സൊമാറ്റോടെ ടിപ്പ് കൊടുക്കണത് കണ്ടപ്പോ ഒന്ന് ആലോചിച്ച്, പക്ഷെ എനിക്കൊന്നും ആ ഓർഡർ കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ 2000 രൂപ കൊണ്ട് പോയേ. ഓക്കെടാ, പക്ഷെ അതൊന്നും സീനൊന്നുമില്ല. ഇത് നിങ്ങളും ഇപ്പൊ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. കാരണം എല്ലാരും സബ് ചെയ്തോട്ടാ, ഉറപ്പാണ്. കൂട്ടത്തിലിരിക്കണ ആരും ഇത്ര ഓർഡർ ചെയ്തിട്ടില്ല. മരക്കിനി നോക്കിയിരിക്കുന്ന അവൻ നമ്മുടെ ചലഞ്ച് കാണാൻ വേണ്ടിട്ടില്ല. അവനെടുത്ത് നമ്മുടെ ചലഞ്ചൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് അവൻ അടിച്ച ഓർഡർ അവൻ ട്രാൻസ്ഫർ ചെയ്തിട്ടിരിക്കുന്നു. അപ്പൊ അടുത്ത ഓർഡർ പിന്നെ അടിച്ച്. ഇനി അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് വേണ്ടിയാണ് അവൻ ട്രാൻസ്ഫർ ചെയ്തത്. നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിയാടാ, 3 കൊക്കക്കോള, ഒരു ഗോൾഡ്,
ദേ ഒരു ഗോൾഡ് എന്ത് സാധനം, എന്താ ഒരു സാധനം അവൻ പറഞ്ഞിട്ടുണ്ട്. സാധനം റെഡി. ഓക്കെ അല്ലേ? തന്നോട്ടെ. ചലഞ്ച്. ഓ മൈ ഗോഡ്, തന്നോട്ടെ എന്ന് പറഞ്ഞ് എന്റെ മേത്തോട്ടിട്ടതാ. കുഴപ്പമില്ല. അവൻ ഒരു പെപ്സി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ അവൻ മേത്ത് മറിച്ച് തീർത്തിട്ടുണ്ട്. എടാ ഇത് നീ തീർത്തതായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു പോരെ. ഓക്കെ, അപ്പൊ അത് ഒരെണ്ണം തീർത്തിരിക്കുന്നു. മനുഷ്യനെ നനച്ച് കുളിപ്പിച്ച് ഇത് നോക്ക്. കുഴപ്പമില്ല, നീ ടെൻഷൻ ആയിട്ടാ. കൂളാവ്. ഫസ്റ്റ് 1000 രൂപക്ക് ഓർഡർ ചെയ്തേക്കണ ഫുഡിന്റെ ചലഞ്ചാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. 1000 രൂപക്ക് ഇത് ആദ്യം തീർക്കുക, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കും. സെറ്റ് അല്ലേ? അപ്പൊ അതിന്റെ ചലഞ്ച് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. സ്റ്റാർട്ട്. മോനെ ഇനി ഒന്നും നോക്കാനില്ല, കഴിച്ചോ. ഇവന്റെ ഡിപ്പൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുക്കാം. എത്ര ഡിപ്പ് വന്നു? 3 ഡിപ്പ് ഉണ്ടല്ലേ? പതുക്കെയല്ല, മാക്സിമം സ്പീഡിൽ കഴിക്കണം. അത് കണ്ട കാര്യം. വെള്ളമൊക്കെ പെപ്സിയൊക്കെ ഇരിപ്പുണ്ട് നിനക്ക് ഇവിടെ. സാധനങ്ങളൊക്കെ സെറ്റാണ്. ഇതൊക്കെ സെറ്റാണ്. ഇനി അടുത്ത ഡിപ്പ് വേണമെങ്കിൽ ഇതും കൂടി പൊട്ടിച്ചു നോക്കാം. മോനെ ഇതേപോലത്തെ ഒരു റൗണ്ടും കൂടി നീ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഫസ്റ്റ് നീ എനിക്ക് നോക്കണം. കഴിച്ചോ. ഞാൻ പറഞ്ഞിട്ടിരിക്കണമെന്നേ ഉള്ളൂ. നീ കഴിച്ചോ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചിട്ട് നീ ആ ടൈമും കൂടി കളയണ്ട. 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ഇപ്പൊ ഏകദേശം 1 മിനിറ്റ് കവർ ആകുമ്പോ കവറാകുമ്പോ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടൊന്നുമില്ല. കഴിച്ചോ, സ്പീഡിൽ കഴിച്ചോ. ഒരു പെപ്സി നമ്മൾ എന്തായാലും തീർത്തിട്ടുണ്ട്, മേത്തൊഴിച്ച് തീർത്ത്. ആ സ്ട്രാറ്റജി ഇനിയും നടക്കൂല കേട്ടാ. ട്രിക്കി പ്ലേ പ്രകാരം ഇത് കൊള്ളാം. ഇതൊന്നും കാണണം എനിക്ക്. അമ്പോ സെറ്റ് സാധനം. നോക്കി മൂട്, അത് കൊള്ളാട്ടാ. എനിക്ക് അതൊന്ന് ആദ്യം ഓടിച്ച് തീർത്തുവാണെങ്കിൽ വേണ്ട. കഴിച്ചോ. തീർത്തോണ്ട ആസ്വദിച്ച് കഴിച്ചാൽ മതി. പെപ്സിയൊക്കെ വേണമെങ്കിൽ നമ്മ ഒരു സ്ട്രോ ഒക്കെ ഇട്ടിട്ട് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സമയം നമുക്കിവിടെ ഏകദേശം 1 മിനിറ്റും 42 സെക്കൻഡും ആയിട്ടുള്ളത്. മോനെ ഒന്നും നോക്കാനുള്ള മാക്സിമം സ്പീഡിൽ അടിച്ചു. ഹാഫ് മെനു കഴിച്ചു കഴിഞ്ഞാൽ നേരെ 5000. ഫുൾ മെനു കഴിച്ചു കഴിഞ്ഞാൽ നേരെ 10,000. നമ്മ എന്തൊക്കെയാണെങ്കിലും പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് 3 മിനിറ്റ് കവർ ആകുമ്പോൾ ഇവൻ ആദ്യം എടുത്തേച്ച പീസൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ തീർത്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ചില പീസുകളിൽ കുറച്ച് സാധനങ്ങൾ ബാക്കി കാണുന്നുണ്ട്. അതൊന്നും പാടില്ല. വിചാരിച്ച പോലെ എളുപ്പമല്ല. അതെന്താണ് എളുപ്പമല്ല? സമയമുണ്ടാ, നീ സമയത്തായിട്ട് നോക്കിയേ. 3.5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി നിനക്ക് എത്ര മിനിറ്റ് ഉണ്ട്? 22 മിനിറ്റ്. 22 മിനിറ്റ് കൊണ്ടിട്ടാണ് നിനക്ക് ഇനി ബാക്കി പറയേണ്ടത്. ഓർഡറൊക്കെ ഓഫ് ചെയ്ത് നോക്ക്. ഇവന്റെ കൂട്ടുകാർ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 സൈഡിലും വന്നിരിപ്പുണ്ട് ഇവിടെ കൂട്ടുകാര്. അന്ന് നമ്മൾ ലിദാന്റെ ചലഞ്ച് ചെയ്ത സമയത്തും ലിദാൻ ഒരു കൂട്ടുകാരനായിട്ടാ വന്നല്ലേ. അടുത്ത ഒരു യമണ്ടം പീസ് എടുത്തവൻ വെച്ചിട്ടുണ്ട്. പെപ്സി ഒഴിച്ച് നമ്മള് ഇതൊക്കെ ഒരു പരിവാക്കി. ചെറിയ രീതിക്കുള്ള ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്യൂട്ടാ. ഇപ്പോഴല്ല, നമുക്ക് മനസ്സിലാവും. തുടക്കത്തില് തന്നെ നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. നീ കഴിക്കാൻ സമയം നമുക്കിവിടെ ഏകദേശം 5 മിനിറ്റ് കവർ ആവുന്ന സമയത്ത് നീ എവിടെ എത്തി? ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി. പക്ഷെ ഇവനും കഴിക്കോട്ടെ, ഇവന് നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? അതിന് പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം വരാൻ വീഡിയോ കാണുമ്പോ എളുപ്പം, പക്ഷെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് സംഭവമില്ലേ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഒരു കാര്യം വരാൻ നേരത്തില്ലേ, നമ്മ അതിലേക്ക് മാക്സിമം എഫേർട്ട് അങ്ങനെ ഇടുക. ജയിക്കണ തോക്കണേക്കെ രണ്ടാമത്തെ കാര്യം. നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള സാധനം നമുക്കേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കോൺഫിഡൻസ് നമുക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് കണ്ട, നീ ആ 2 വലിയ പീസും കൂടെ എടുത്തു കഴിഞ്ഞില്ലേ, പിന്നെ വെറുതെ ഇത്രോളം കുഞ്ഞു പീസുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ ഉണ്ടോ നീ കവർ ചെയ്യണത് 760 രൂപ കവർ കഴിഞ്ഞു. 760 രൂപ ഫുഡ് കവർ ചെയ്ത് കഴിഞ്ഞ്. പിന്നെ ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ മോനെ 1000 കവർ ചെയ്യണം. നമ്മുടെ ആ വലിയ പീസ് എന്താ പറ്റല്ലോ, വലിയ പീസ് അങ്ങനെ ഇറങ്ങലില്ല നിനക്ക്. ആ വലിയ പീസിൽ നിന്ന് ഒരു ചെറിയ പീസ് കീറിയിട്ട് എനിക്കതാ. വലിയ പീസിൽ നിന്ന് ഞാനൊരു ചെറിയൊരു ഹെൽപ്പ്. എവിടോ അത് കുറച്ച് വലുത്. ആ എല്ലൊക്കെ ഒന്ന് കളഞ്ഞിട്ടാടാ, എല്ലൊക്കെ വളർത്തിക്കൊന്ന് കളഞ്ഞിട്ടാ നിങ്ങളുടെ വലിയ പശ. അത് സുഖമായിട്ട് ഇറങ്ങിപ്പോണ്ട. അത് ഫസ്റ്റ് ടൈം കഴിക്കണോണ്ടാ സുഖമായിട്ട് പോണത്. അങ്ങ് പോയി ആദ്യത്തെ ഒരു ചെറിയ ഹെൽപ്പ്. അവൻ ആ വലിയ പീസും കൊണ്ട് കുറെ നേരം ഇരിക്കണത്. അപ്പൊ പിന്നെ ഒന്നും കൂടി
ആ അവർക്കും വേണമെന്ന് ചലഞ്ച് കിടക്കട്ടെ എന്നിട്ട് കൊടുക്കുക. അവർക്കും വേണമെന്ന് തോന്നുന്നു. ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവൻ ആ വലിയ പീസും കൊണ്ട് കുറെ നേരം ഇരുന്നേക്കണം. അപ്പൊ കാരണം ചെറിയ രീതിക്ക് ഹെൽപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കമോൺ സ്പീഡാകും. അപ്പൊ തന്നെ ഇവനല്ലേ നേരെ വന്ന് എടുക്കൊണ്ട് പോപ്പ് സബ്ബാണെന്നൊക്കെ പറഞ്ഞ് നേരെ എന്റെ അടുക്ക് വന്നു. ആ സ്പിരിറ്റിൽ ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു അവരുടെ എടാ മോനെ അപ്പൊ തന്നെ നമ്മൾ മുമ്പിൽ വന്നിരിക്കുന്നു വിത്ത് ചലഞ്ച്. ഇതാണ് ഞാൻ പറയണേ. നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്. എപ്പോ നമ്മ മുമ്പിൽ വരുമെന്നൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഓക്കെ, സമയം നമുക്ക് നോക്കിയാണ്. സമയമൊക്കെ വെറുതെ പറക്കണേണ് കൂട്ടുകാരാ. 10 മിനിറ്റ് ആകുമ്പോണ്ട. ഞാൻ പറഞ്ഞില്ലേ സമയം പോണ പോക്ക് പോകുന്നു. സമയം നമുക്കിവിടെ ഏകദേശം 10 മിനിറ്റ്. ചെക്കൻ ഓർഡർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ? എന്താ ആണോ വാപ്പ വിളിച്ചാണോ? എടാ കൂട്ടി അടിയടാ. അതേടാ സമയം നമുക്കിവിടെ ഏകദേശം 10 മിനിറ്റ് കവർ ആകുമ്പോ ഇവൻ ഇതിന്റെ ഏകദേശം തീർത്താ അതൊക്കെ തീർത്ത് തോന്നണു. സാരയില്ല, അടുത്ത ഒരു ചെറിയ പീസ് എടുക്കണം. എന്നിട്ട് തീർക്ക് നീ ഒരു ചെറിയ പീസും കൂടി എടുക്കും. ഓക്കെ, ലാസ്റ്റ് പിടിക്കാം വലിയ പീസൊക്കെ. സമയം നമ്മൾക്കിവിടെ 10 മിനിറ്റും 25 സെക്കൻഡും ആകണ സമയത്ത് ഇവൻ ഈ സാധനം തീർക്കാൻ പോണേട്ടാ. കണ്ട ട്രോള് സിമ്പിൾ. അതങ്ങോട്ട് കവർ ചെയ്ത് കഴിയുമ്പോ തന്നെ മോനെ നീ ജയിക്കണോടാ. എന്റെ മാക്സിമം എഫേർട്ട് ഇവിടെ കാണണം. അതെ ഓരോന്ന് പറ. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാല് ഞാനിരിക്കും. ഇതൊന്നല്ല എന്നെ റിഗറ്റിന് മതി. വന്ന് കൊച്ചിയിലെ ഏറ്റവും നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളെന്നാണ് ഇവര് നിന്നെ പറഞ്ഞേക്കണേ. നീ ചലഞ്ച് മോനെ 12.5 മിനിറ്റ് ആയി. ചലഞ്ച് അങ്ങ് മാക്സിമം പോട്ടെ, തീർക്കങ്ങട്. മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഇവിടെ നടക്കാൻ പറ്റാത്തതായിട്ടുള്ള യാതൊരുവിധ പരിപാടി ഇവിടെ നടക്കുന്നില്ല. ഒരു വെബ്സി ആദ്യം തീർത്ത്. എങ്ങനെ തീർന്നറിയോ? പുതിയ സ്ട്രാറ്റജിയാ. തട്ടിമറിച്ച് മേത്താട്ടിട്ട് ഇവിടെ മൊത്തമാക്കി ഒരു വെബ്സി തീർത്തു. ഇതും അങ്ങനെ തീർത്താലാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതങ്ങനെ തീർക്കാനാ? ഓ വേണ്ടാ, ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാം. ഇവനെ വിശ്വസിക്കാൻ പറ്റൂല. അത് തീർന്നാടാ, ആ വെബ്സി തീർന്ന. അത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പെപ്സി കോപ്പ നമ്പർ 3. ഇനി നമുക്ക് ബർഗറിലൊക്കെ പിടിക്കാം. ഇനി നമുക്ക് ബർഗർ, റാപ്പ് ഇല്ലേ, ബർഗർ, റാപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് തൊട്ട് അങ്ങോട്ട് തുടങ്ങാം. നമുക്കിവിടെ ഏകദേശം 14.5 മിനിറ്റ് ആയിട്ടാ. 14.5 മിനിറ്റ്. ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചിട്ട് ഫുൾ വീഡിയോ ചാനലുണ്ട്. കാരണം ഒരു ഫാസ്റ്റ് കിട്ടാത്ത ഒരു സ്പീഡ് ഇറങ്ങട്ടങ്ങട്ട് പാക്കൊക്കെ ഉണ്ടാ. എടാ അങ്ങനെയൊക്കെ ട്രോളല്ലടാ ചെക്കര. നീ ഇടോ ഇവിടെ ഇരിക്കും. ഒരു സപ്പോർട്ട് ഒരു രക്ഷയില്ല. പിടിച്ചോ, കൈ പിടിച്ചോ, ടൈമർ പിടിച്ചോട്ടാ. 15 മിനിറ്റ് ആയി. ഇത് നോക്കിയേ, കാണികളെ നോക്കിയേ. ഇതിവന്റെ കൂട്ടുകാരൻ. അവനും കൂട്ടുകാരനാണോ? ഇത് നോക്കി 1 2 3 4 പേരാണ് ഇവന് സപ്പോർട്ടായിട്ട് വന്നേക്കുന്നത്. മോനെ നിനക്ക് ആര് ഇപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കഴിയുമ്പോ ഇല്ല. നീ ഇതിനെയൊക്കെ വെല്ലുവിളിച്ച് നീ തീർക്കും. നീ പോട്ടറാ, മാക്സിമം പോട്ടെ. ഓർഡർ അടിച്ചാ എന്റെ പൊന്നെ ചെക്കൻ ഓർഡർ അടിച്ച് ഇവിടെ നിക്കണത് ഇവൻ 3, നീയും സ്വിഗ്ഗിയാണോ സൊമാറ്റോ? ഇവരെല്ലാവരും സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്നവരാ. ഇവരെല്ലാവരും ക്യാൻസൽ ചെയ്താ. ഓർഡർ അടിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഓർഡർ ചെയ്യുന്നവരൊക്കെ ക്ഷമിക്കുക. ഇവന്മാരെ ക്യാൻസൽ ചെയ്യുന്നത് എല്ലാം നമ്മുടെ ചാനലിൽ അല്ല, നമ്മുടെ ഈ പേരെന്താ സുഹൈല്. എല്ലാം നമ്മുടെ ചാനലിനും വേണ്ടി കൂടിയാണ്. ചാനലിലും സുഹൈലിനും വേണ്ടിയിട്ടാണ്. എല്ലാവരും ക്ഷമിക്കുക. ഓർഡർ എടുത്താ കൊടുത്തിട്ടോ. സമയം ഉണ്ടാ മോനെ. ഇനി വന്ന് തീർക്കും. സമയം എടുക്കും ഇനി. എടാ നീ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാനുണ്ട്. നമുക്ക് ബർഗർ ഓർഡർ ചെയ്യണ്ടേ? ഫാസ്റ്റ് ആവണില്ല ബ്രോ. എടുക്കാണ്ട് വലിയ പീസ് എടുക്ക്. നമുക്ക് ഇനി ബർഗറൊക്കെ ഓർഡർ ചെയ്യാനുള്ളതാ. 17 മിനിറ്റും 40 സെക്കൻഡും.
25 മിനിറ്റിലാണ് ശരിക്കും നമ്മ ഒരു സാധനം വെച്ചത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ നീ നമ്മുടെ സബ്സ്ക്രൈബർ ആയതുകൊണ്ടിട്ടും നിന്റെ ഫസ്റ്റത്തെ അപ്രോച്ച് കൊണ്ടിട്ടും നമ്മൾ ഇനിയും ടൈം തരും. നമ്മളൊരു ഒരു 30 മിനിറ്റ് ആക്കാം തൽക്കാലം. ആ 30 മിനിറ്റ് ആക്ക് നീ. 30 മിനിറ്റിൽ വേറെ പണി, 30 മിനിറ്റിൽ ഇത് മൊത്തം തീർക്ക്. അതായത് ഇത് തീർക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു 25 മിനിറ്റും കൂടി കൊടുക്കാം അടുത്തത് തീർക്കാൻ. അങ്ങനെ വന്ന് നീ ആ എമൗണ്ട് വിൻ ചെയ്യണം. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ അത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഞാനോട് വേറെ ആരെങ്കിലും വരും ഒരു ആവേശത്തിൽ പറഞ്ഞതാണ്, അപ്പൊ തന്നെ സീരിയസ് ആയിട്ട് എടുത്തല്ലേ. ഞാൻ കരുതിയില്ല ബ്രോ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ വെയിറ്റ് ചെയ്യോടാ. നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനവിടെ കൃതാർത്ഥനായി. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യൂലടാ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്തില്ല എങ്കിൽ, സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്. അതായത് നിങ്ങൾ ഈ കാണുന്നവരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ നമ്മുടെ ചലഞ്ചിൽ ഒരാൾ സബ്സ്ക്രൈബർ വന്നിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവൻ പോയി. അപ്പൊ ഞാൻ വേറെ ആരെങ്കിലും പിടിച്ച് ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിക്കണെന്ന് വെച്ചോ, ആ സമയത്ത് നീ വരുമ്പോ നിനക്ക് കിട്ടുന്ന ഇമോഷണൽ സീൻ എന്തായിരിക്കും? ബാഡായിരിക്കും. അത് നമ്മുടെ സബ്സ്ക്രൈബറും കൂടി ആണെങ്കിലേ നമുക്ക് അങ്ങോട്ട് കൊള്ളും. അത് കാരണം ഞാൻ അങ്ങ് വെയിറ്റ് ചെയ്തു. പക്ഷെ ഇവരത് പ്രതീക്ഷിച്ചില്ല ഞാൻ വെയിറ്റ് ചെയ്തു. ഇനി 3 പീസും കൂടി. നീ ഒരു പണി ബർഗർ ഒക്കെ ഇട്. ഇതെന്ന് പറയുമ്പോ ഇപ്പൊ നീ എന്താ പറയണേ, നീ ഒരു 3 ബർഗർ കഴിച്ചാൽ ആവുന്ന അത്രയും എമൗണ്ട് നീ ഇതിൽ സേവ് ചെയ്തു. വലുതല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രൈസ് കൂടിയ ബർഗർ ഏതാ? പൈസ കൂടിയ ബർഗർ, ഏറ്റവും പൈസ കൂടിയ ബർഗർ. ആ ഏറ്റവും പൈസ കൂടിയ ഒരു ബർഗർ നീ എടുക്കുക. അപ്പൊ ഒരു 10-400 രൂപ അങ്ങനെ വന്നു 340. അപ്പൊ അത് ടാക്സും കൂടിയൊക്കെ കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 340-380 പോകൂലേ? ഒരു ഡിപ്പും കൂടി എടുക്കുക 400 രൂപ. അപ്പൊ തന്നെ ഏകദേശം 400 രൂപ. പിന്നെ ഉണ്ട് ഒരു 600 രൂപ. ആ 600 രൂപക്ക് എന്തെങ്കിലും കൂടി ഒക്കെ റൗണ്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നീ ഒരു സാധനത്തിലേക്ക് കംപ്ലീറ്റ് ആക്കി. അപ്പൊ തന്നെ ഓൾമോസ്റ്റ് അത്യാവശ്യം. അതെ, എന്താണ് മോനെ ചലഞ്ച്? അടുത്ത പീസ് എടുക്ക്. നിനക്ക് വന്നിരിക്കണം, നീയും വന്നിരുന്നോ? ഇതൊക്കെ കൂട്ടുകാർക്ക് കൊടുക്കുന്ന സപ്പോർട്ടല്ലേ? കൊടുക്ക് സപ്പോർട്ട്. നീ അവനോട് പറ കഴിക്കാൻ. ആ, ഞാൻ ഇവരുടെ കൂട്ടത്തിൽ കൂടി. പറ, എന്തേലും പറയാനുണ്ടോ നിനക്ക്? ഒന്നുമില്ല, എനിക്കൊന്നും പറയാം. നിനക്ക് എന്തെങ്കിലും പറയാ ഇവന്റെ ചലഞ്ചിനെ പറ്റി? ഇവൻ കഴിച്ചു തീർക്കോ അല്ലെങ്കിൽ ഇവനെ പറ്റി നിനക്കൊരു അഭിപ്രായം? ഇവൻ തിന്നോട്ടത്തിൽ പെട്ടെന്ന് തിന്നും. ആള് കഴിക്കും. ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തേക്കുക. ആൾക്കാരെ നോക്കും, പോകും. അത് അവരുടെ ലൈഫിൽ അവർ നോക്കിയിട്ട് അവർ പോകും. ഇപ്പൊ നമ്മളാണെങ്കിലും എന്തെങ്കിലും സാധനം നടക്കാൻ നേരത്ത് നമ്മൾ നോക്കൂലേ? നോർമൽ അതൊക്കെ അത് നോക്കി കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എടാ ചലഞ്ച് ഫാസ്റ്റ് ആക്ക്. സമയമൊന്നും ഇവിടെ നമ്മൾ നോക്കണ പോലുമില്ല. മോട്ടിവേഷൻ ക്ലാസ്സും കൊണ്ട് പോണേ. ചാനൽ ഐസായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് പോയി ബാക്ക് 22 മിനിറ്റ് നമ്മ ഏകദേശം കവർ ആയി. സമയം പോയി നോക്കണ്ട. അറിഞ്ഞ സമയം പോയത് അറിഞ്ഞ. സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂറോടെ എന്തൊരു നേരോട് തീർന്നില്ലേ? പുട്ടുപോലെ പോയത് 22 മിനിറ്റ്. വെറും 2 പീസ്. വെറും 2 പീസും കൂടി കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനെ കണ്ട ഇപ്പൊ ഇത്തിരി ചാർജ് ആയി. സാധനം തീർക്കാൻ പോണ സമയത്ത് ഏകദേശം ചാർജായി 22 മിനിറ്റ് എടുത്തിട്ടാ. സമയം പോണ്. കമോൺ, ഫാസ്റ്റ് ആക്ക്. ചെറിയൊരു രീതിക്കുള്ള ഹെൽപ്പ്. കൂട്ടുകാരൻ ഒരാൾക്ക് ഒരു ഹെൽപ്പ് കൊടുക്ക്. ചെറിയ രീതിക്കുള്ള ഒരു ഹെൽപ്പ്. അടുത്ത ആൾക്ക് ഒരു ഹെൽപ്പ്. കമോൺ, ഒന്ന് ഹെൽപ്പ്. കൂട്ടുകാരനെ കൊണ്ടിട്ട് ഞാൻ നൈസായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം അവൻ ഇതൊക്കെ കുഴപ്പമില്ല. ഇതൊക്കെ ചെറിയ രീതിക്ക് നമ്മ കൊടുക്കുന്ന ഹെൽപ്പാണ് അവർക്ക് കുറച്ച് ഊർജം കിട്ടാനായിട്ട്. കമോൺ, ഇനി 2 പീസും കൂടി. മോനെ എങ്ങനെയുണ്ട്? എന്തേലും ബാക്കിയുണ്ടോ ഇനി? ഇല്ലല്ല, സെറ്റ് അല്ലേ? കുഴപ്പമില്ല. അടുത്ത 2 പീസും കൂടി. അടുത്ത പീസ് എടുത്തിരിക്കുന്നു. വലുത് അവനെ എടുത്തിട്ടേ പൊക്കി നോക്കിട്ടെ വേണ്ട താഴ്ത്ത് വെച്ചിട്ട് ചെറുതെടുത്ത്. ലാസ്റ്റ് ഒരു പീസ് ഉണ്ട് ഇനി. മോനെ തീർന്നു. ഇവിടെ പീസ് തീർന്നിരിക്കുന്നു. അടുത്തൊരു 3 പീസ് കൂടി ഉണ്ട്. അതൊക്കെ വെറുതെ ഇല്ലടാ, സിമ്പിൾ ആയിട്ട് തീരും. എന്ത് ഇത് ഗോൾഡാണ്. ഗോൾഡ് എഡിഷൻ. KFC ഗോൾഡ് എഡിഷൻ ആണിത്.
KFCയുടെ ചലഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ തോപ്പുംപടിയിലുള്ള മാക്സിന്റെ ഓപ്പോസിറ്റുള്ള KFCയിലാണ് സാധാരണ വരാറ്. കാരണം ഇവിടുത്തെ സർവീസ് സപ്പോർട്ടും അംബിയൻസും ആൾക്കാരും ഒക്കെ നൈസാണ്. മാനേജറിനായിട്ട് നമ്മൾ അത്യാവശ്യം കമ്പനി ആയതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേ പോരാറുള്ളു. സംഭവം ഏകദേശം തീർത്തിട്ടുണ്ട്. നമ്മൾ KFCയുടെ ഗോൾഡ് എഡിഷൻ ആണ് അടുത്തത്. 240 രൂപയുടെ ഐറ്റം KFC ഗോൾഡ്. അയ്യോ സമയം 26 മിനിറ്റ് ആയി മോനെ. നിനക്ക് ശരിക്കും പറഞ്ഞ 4 മിനിറ്റ് ഉണ്ട് ഇതും കൂടി കവർ ചെയ്യാൻ. തീർത്തിരിക്കുന്നു ചേട്ടൻ. ഫുൾ സപ്പോർട്ട്. 27 മിനിറ്റ് കവറായി മോനെ. സമയം അങ്ങോട്ട് പറക്കണേട്ടാ. തിരുമ്പ് 25 മിനിറ്റ് 27 മിനിറ്റ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് ഇങ്ങോട്ടാണ് ആയ സമയമൊക്കെ പോണേ. സമയം നമുക്ക് ഇവിടെ ഏകദേശം 28 മിനിറ്റ് ആവണ സമയത്ത് തീർത്ത് ഓൾമോസ്റ്റ് അങ്ങോട്ട് തീർക്ക്. മൈദയാണോ? ആണോ? മറ്റുണ്ട്. കുഴപ്പമില്ല. ഇത് ഇങ്ങോട്ട് തീർക്കും. 3 മിനിറ്റ് കൊണ്ട് ഇത് ഇങ്ങോട്ട് തീർക്കണം. ഇത് സെറ്റ് സാധനോടാ അല്ലേ? സെറ്റല്ലേ? ഗോൾഡ് അഴിച്ചിട്ടില്ല ബ്രോ. അഴിച്ചിട്ടില്ലേ? ഇപ്പൊ കഴിക്കാനുള്ള അവസരവും കൂടി കിട്ടില്ലേ നിനക്ക്? ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ള. ആസ്വദിച്ചു. എന്നാ പക്ഷെ സ്പീഡ് കഴിക്കണം. കുറച്ച് ആസ്വദിച്ചിട്ട് കുറച്ച് സ്പീഡ് കഴിച്ചാൽ മതി. വേറെ പ്രശ്നമില്ല. അവനായിരുന്നെങ്കിൽ ബ്രോ 10,000 പോയേന. ഇവനെ പറ്റി ഭയങ്കര ബിൽഡപ്പ് ആണല്ല ഇവനെ അല്ലേ? നീ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ടാ? എനിക്കൊരു ഹായ് അയക്കണം. നമുക്ക് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പിക്ക് ചെയ്യണതായിട്ട് നമുക്ക് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇവനെ. എടാ സമയം പോണ്. സമയം ഔട്ടായി കഴിഞ്ഞാൽ സമ്മതിക്കൂല. ടൈമായി. ടൈം ഔട്ട്. എന്ത് ചെയ്യണം നിന്നെ? കുഴപ്പമില്ല ബ്രോ, ഞാൻ ചാലഞ്ച് എടുത്തില്ലേ, അതന്നെ വലിയ കാര്യം. നിനക്ക് ഞാൻ ഇവിടെ ചലഞ്ച് 30 മിനിറ്റ് ഒക്കെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്ത്. അപ്പൊ നീ ഡ്രോപ്പ് ചെയ്യാനെന്നാണ് പറയണത്? ഇതും കൂടി കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യാൻ. ആണോ? ഡ്രോപ്പ് അവൻ ചലഞ്ച് ഇവിടെ ഡ്രോപ്പ് ചെയ്യണെന്നാണ് പറയുന്നത് കേട്ടാ. എടാ ഞാൻ ഓർത്തേച്ചത് ഞാൻ സബ്സ്ക്രൈബർ ആണ്, നേരെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഓർത്തേച്ചത്. അപ്പൊ എന്തായാലും ഞാനോ തന്നെ വിചാരിച്ചത്, പക്ഷെ കേറിക്കഴിഞ്ഞപ്പോ ആണല്ലേ. ഇതെങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എനിക്കിപ്പോ അറിയാൻ പറ്റുള്ള ഒന്ന് അറിയാൻ പറ്റുള്ള 5,000 കിട്ടിയ. എടാ 5,000 കിട്ടിയവന്. 2,000 ഒക്കെ അടിച്ച. 5,000 2,000 അല്ല 5,000. നിനക്ക് ഞാൻ ഇനിയും അടുത്ത ചലഞ്ചായിട്ട്, അതായത് ഇപ്പൊ നീ ഓൾമോസ്റ്റ് 1,000 രൂപ കവർ ചെയ്തില്ലേ, ഇനി നിനക്ക് അടുത്ത 1,000 കവർ ചെയ്യാനായിട്ട് ഞാനായിട്ട് നിനക്കൊരു 30 മിനിറ്റ് കൂടി തരാം. നിന്നെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെ തീർത്ത നിനക്ക് ആ എമൗണ്ട് കിട്ടും. ഫോഴ്സ് ചെയ്യാനുള്ള, കാരണം ഫുഡിന്റെ കാര്യമാണ് ഞാൻ ഫോഴ്സ് ഒന്നും ചെയ്യാനുള്ള. നിന്നെ കൊണ്ട് പറ്റണ പരിപാടി പിടിച്ചാൽ മതി. വേണ്ട, വേസ്റ്റ് ആക്കണ്ട. ഓക്കെ അമ്മ, നീ ആലോചിച്ച് നോക്ക്. വേറെ ആരും തരൂല കേട്ടാ. ഇത് ആലോചിച്ച് നോക്ക്. നീ അതില് ഗുഡ് അല്ലേ? ടൈമല്ലേ? ടൈം അതായത് ജയിക്കാൻ വേണ്ടിയുള്ള 25 ഒരു മിനിറ്റ് മിണ്ടല്ലേ മൈക്കിരിക്കും. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആദ്യം 25 മിനിറ്റ് കൊടുത്ത് ഇത് തീർക്കാൻ, എന്നിട്ട് നമ്മ അത് 30 മിനിറ്റ് ആക്കി. ഈ 30 മിനിറ്റിൽ ഇവന് ഈ 1,000 രൂപയുടെ കവർ ചെയ്യാനായിട്ടുള്ള 30 മിനിറ്റ് നമ്മൾ കൊടുത്ത് ഇത് തീരാറായപ്പോ ഓൾമോസ്റ്റ് തീർന്നു. അപ്പൊ ഞാൻ ഒരു 30 മിനിറ്റും കൂടി കൊടുത്തിട്ട് നിനക്ക് അടുത്ത 1,000 രൂപയും കൂടി കവർ ചെയ്യാനുള്ള ഒരു സമയവും കൂടി ഞാൻ തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ, എടാ ഇനി ഞാൻ പറയട്ടാ, ഇനി ഒരു 400 രൂപയുടെ ഒരു ബർഗർ എടുക്കുക. അടുത്തത് 400 രൂപയുടെ ഒരു ബർഗർ എടുക്കുക. പിന്നെ എന്തായാലും ഒരു 2 ഐറ്റവും കൂടി എടുക്കുക. കവർ ചെയ്ത് ഞാൻ ഇത്ര ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവന് പറ്റില്ല. ഓക്കെ, അത് എടാ സാഹചര്യം അങ്ങനെയാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നത്രേ പറ്റുള്ളൂ. ഓക്കെ, സമയം നമുക്ക് ഇവിടെ ഏകദേശം 30 മിനിറ്റും 25 സെക്കൻഡും കൊണ്ടിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇത്രയും കവർ ചെയ്ത്. ബാക്കി ഇവന് കവർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഫുൾ മെനു കഴിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ തന്നെ നമ്മൾ കൊടുത്തേനെ, ഉറപ്പായിട്ടും കൊടുത്തേനെ. അപ്പൊ ഇത് ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കൂട്ടുകാരൊക്കെ നമ്മുടെ ചലഞ്ച് ഇവൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നോക്കി, പക്ഷെ ഫെയിലായി പോയി. പക്ഷെ സാരമില്ല. എടാ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ ഒരു സാധനം വരാൻ നേരത്ത് നമ്മൾ കയറി അറ്റൻഡ് ചെയ്തേക്കാം. ബാക്കിയൊക്കെ വന്നെടുത്ത് വെച്ച് കാണും. പക്ഷെ ഇവൻ ആ വന്ന് ചേട്ടാ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കാണിച്ച മൈൻഡ് അത് നിങ്ങൾ കണ്ടില്ലായിരുന്നു. കാരണം ഞാൻ വന്നപ്പോ തന്നെ ഇവൻ കയറി അപ്രോച്ച് ചെയ്ത്. ഞാൻ ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ ചലഞ്ച് ചെയ്യാനായിട്ട്. പുറത്തുനിന്ന് റാൻഡംലി കാണുന്ന ആളെ പിടിക്കാന്നുള്ള രീതിക്ക് വന്നേ ഉള്ളൂ. അപ്പൊ തന്നെ ഇവൻ നമ്മളെ സ്പോട്ട് ചെയ്ത് നേരെ വന്നതാണ്. എന്തായാലും കുഴപ്പമില്ല, നീ അത് അറ്റൻഡ് ചെയ്തല്ല, അത് മതി. ആരെങ്കിലും ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്. ലൈക്ക് ചെയ്ത് എന്താണ് എടാ ഇവിടെ പറ സബ് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക.
ഫുൾ വീഡിയോ ചാനലുണ്ട്. ഇപ്പൊ തന്നെ എന്താണ് ബെല്ലടിച്ചു. അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.